വി.കെ. മോഹനൻ കമ്മീഷന്റെ നിയമനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കമ്മീഷനെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കേന്ദ്ര ഏജൻസികളുടെ സംസ്ഥാനത്തെ ഇടപെടൽ പരിശോധിക്കാനാണ് സംസ്ഥാന സർക്കാർ കമ്മീഷനെ നിയമിച്ചിരുന്നത്. ധനസുമോദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുമോദ്, വി.കെ. മോഹനൻ കമ്മീഷന്റെ നിയമനം സ്റ്റേ ചെയ്തതാണ് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ എന്ത് വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ ഉത്തരവിനെതിരെ അപ്പീൽ പോയിരിക്കുന്നത്? നൗഫൽ, വി.കെ. മോഹൻകുമാർ കമ്മീഷന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇ.ഡി, കസ്റ്റംസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് യോഗം ചേർന്നതിന് ശേഷം ഈ കമ്മീഷന് വെച്ചത്. പക്ഷേ ഇ.ഡി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു കേന്ദ്ര ഏജൻസിക്കെതിരായി ഒരു അന്വേഷണം നടത്താനുള്ള ഒരു അധികാരമില്ല എന്നുള്ള ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇത് സിംഗിൾ ബെഞ്ച് ഇതോടുകൂടി ഈ അന്വേഷണത്തെ കമ്മീഷനെ പ്രഖ്യാപിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്തിരുന്നു. പക്ഷേ ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സെപ്റ്റംബറിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു. പക്ഷേ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ അതേ വിധി ശരിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഇത് കേരള സംസ്ഥാന സർക്കാർ തന്നെ എത്തിയിരിക്കുകയാണ്. അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ സ്വപ്നയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ഒരു അലിഗേഷൻ ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ഇ.ഡിക്കും കസ്റ്റംസിനും ഉള്ള ഒരു താല്പര്യം പ്രത്യേകം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയപരമായിട്ട് കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് വിശദമായി ഈ അപ്പീലിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് സുപ്രീം കോടതിയിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട കേസുകൾ മാത്രമാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് കേസ് എപ്പോഴാണ് പരിഗണിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വി.കെ. മോഹനൻ കമ്മീഷൻ സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ അപ്പീലുമായി സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ധനസുമോദ് നൽകിയത്.